നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASൻ്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലെ മറ്റൊരു വീഡിയോയിൽ ഇന്ന് നമ്മൾ പ്രിയാമ്പിൾ എന്ന ടോപ്പിക്കിൻ്റെ 2ാം ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രൊഡക്ടറി പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. Preamble is the introduction or the preface to the Constitution. Preamble is the summary or the essence of the Constitution. Preamble was referred as the identity card of the Constitution by N.A. Palkiwala എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, as well as the source of power to the Constitution to be the fundamental law of the land is given by the people of India എന്ന് മനസ്സിലാക്കി. അതുകൂടാതെ എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ സ്വഭാവങ്ങൾ, that Indian state is sovereign, socialist, secular, democratic and republic. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്തെല്ലാമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? എന്തെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ? സേ ഫോർ എക്സാമ്പിൾ, ജസ്റ്റിസ്, നീതി എന്നത് ഒരു ലക്ഷ്യമാണ്. ലിബർട്ടി എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. ഇക്വാലിറ്റി എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. ഫ്രട്ടേണിറ്റി, സാഹോദര്യം എന്നത് മറ്റൊരു ലക്ഷ്യമാണ്. പക്ഷേ ഈ ലക്ഷ്യങ്ങളെപ്പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. സോ ഫസ്റ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എബൌട്ട് ജസ്റ്റിസ്. ഈ ജസ്റ്റിസ് എന്ന ആശയം നമ്മൾ പ്രിയാമ്പിളിലേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്, റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. റഷ്യൻ റവല്യൂഷൻ. This is the inspiration to insert the idea of justice in the preamble of the Constitution of India. ഇപ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതിയാണ്. 3 തരത്തിലുള്ള നീതിയെ പറ്റിയാണ് നമ്മളുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ. എന്താണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സോഷ്യൽ ജസ്റ്റിസിന് ഒരു എക്സാമ്പിളായി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക? സോഷ്യൽ ജസ്റ്റിസിന് എക്സാമ്പിളാണ് ആർട്ടിക്കിൾ നമ്പർ 15. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 15ാം അനുച്ഛേദം പരാമർശിക്കുന്നത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി സിറ്റിസൺസ് ഓൺലി ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ജാതി, മതം, വർണ്ണം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ മാത്രം അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് പൗരന്മാർക്കിടയിൽ വിവേചനം സൃഷ്ടിക്കാൻ പാടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ചില പ്രത്യേക പരിഗണനകൾ പിന്നാക്ക വിഭാഗക്കാർക്ക് നൽകാം. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റിസ്. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 15 ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതേസമയം തന്നെ ഇക്കണോമിക്കൽ ജസ്റ്റിസ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇക്കണോമിക് ജസ്റ്റിസിന് ഉദാഹരണമുണ്ടോ? യെസ്. DPSPയിൽ ടാക്സേഷൻ ഉള്ള പ്രൊവിഷൻസ് ഉണ്ടല്ലേ. ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് റവന്യൂ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അത് പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് വേണ്ടി വിതരണം ചെയ്യുകയും ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇക്കണോമിക്കൽ ജസ്റ്റിസ്. ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിനുള്ള ഉദാഹരണം എന്താണ്? പൊളിറ്റിക്കൽ ജസ്റ്റിസിനുള്ള ഉദാഹരണമാണ് എവ്രി സിറ്റിസൺ ഹാസ് ഈക്വൽ വോയിസ് ഇൻ ദി ഗവൺമെൻറ്. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരു വോട്ടാണ് ചെയ്യാൻ സാധിക്കുക അല്ലേ. അവിടെ പണക്കാരനായവരുടെ വോട്ടിന് കൂടുതൽ വാല്യൂ, പാവപ്പെട്ടവർക്ക് കുറച്ച് വാല്യൂ, അങ്ങനെ വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ DPSP, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നീ ആശയങ്ങളിലൂടെയാണ് അപ്ഹോൾഡ് ചെയ്യപ്പെടുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് പെർ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ജസ്റ്റിസ്, വിച്ച് ഇസ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. Now, the second objective is liberty. പക്ഷെ എന്താണ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ കുറച്ച് പേര് വിചാരിക്കാം ലിബർട്ടി എന്നത് ഫ്രീഡമാണ് എന്ന് വിചാരിക്കാം. പക്ഷെ ശരിക്കും ലിബർട്ടി എന്ന് പറയുന്നത് ഫ്രീഡം ആണോ? അല്ല. ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീഡം അല്ല. ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീഡത്തോടൊപ്പം ചില റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൂടി ചേരുന്നതാണ്. ഇപ്പോൾ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമാണ്, അൺകൺട്രോൾഡ് ആണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ആണ്. പക്ഷേ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഫ്രീഡം അല്ല ഉള്ളത്, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫ്രീഡം അല്ല ഉള്ളത്.
നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫ്രീഡത്തോടൊപ്പം എന്തുണ്ട്? ചില ന്യായമായ നിയന്ത്രണങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അല്ലേ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാം എന്നാണോ? അല്ല. രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ബാധിക്കുന്ന തരത്തിൽ, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ, മറ്റ് രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തെ ബാധിക്കുന്ന തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ, ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അതെൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ സാധിക്കില്ല. വിച്ച് മീൻസ് ദർ ആർ റെസ്ട്രിക്ഷൻസ്, ന്യായമായ ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം ന്യായമായ നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിബർട്ടി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫ്രീഡമാണോ ലിബർട്ടിയാണോ ഉള്ളത്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് ലിബർട്ടിയാണ്, ഇറ്റ്സ് നോട്ട് ഫ്രീഡം. സാർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ നമ്പർ 25 to 28. അപ്പോൾ അവിടെ എന്താണ് ഫ്രീഡം എന്ന് എഴുതിയിരിക്കുന്നത് എന്നൊരു സംശയം തോന്നാം. അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും അവിടെയും എന്തുണ്ട്? ചില ന്യായമായ നിയന്ത്രണങ്ങളുണ്ടല്ലേ. അപ്പോൾ ഫ്രീഡം പ്ലസ് നിയന്ത്രണങ്ങൾ, അതെന്താണ്? ദാറ്റ് ഇസ് ലിബർട്ടി. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇറ്റ് ഇസ് ലിബർട്ടി, നോട്ട് ഫ്രീഡം. എന്താണ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് ഫ്രീഡം പ്ലസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. സ്വാതന്ത്ര്യം അതോടൊപ്പം ന്യായമായ നിയന്ത്രണങ്ങൾ, അതിനെയാണ് നമ്മൾ ലിബർട്ടി എന്ന് വിളിക്കുക. എന്തൊക്കെ തരത്തിലുള്ള ലിബർട്ടിയെ പറ്റിയാണ് നമ്മളുടെ പ്രിയാമ്പിളിൽ പരാമർശിച്ചിരിക്കുന്നത്? ലിബർട്ടി ഓഫ് തോട്ട്, ചിന്താ സ്വാതന്ത്ര്യം, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, പ്രാർത്ഥനാ സ്വാതന്ത്ര്യം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലാർ എന്ന് പറയുന്ന ടേം പ്രിയാമ്പിളിൽ ഒറിജിനലി ഇല്ലായിരുന്നു അല്ലേ. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് സെക്യുലാർ എന്ന് പറയുന്ന ടേം ഇൻസേർട്ട് ചെയ്യുന്നത്. മതേതരത്വം എന്ന് പറയുന്ന ടേം ഇൻസേർട്ട് ചെയ്യുന്നത് 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് അംബേദ്കർക്ക് പറ്റിയൊരു അബദ്ധമാണോ? 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ 1976 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ പ്രിയാമ്പിളിലോ സെക്യുലാർ എന്ന് പറയുന്ന വാക്ക് എഴുതി ചേർക്കാത്തത് അംബേദ്കർക്ക് പറ്റിയൊരു അബദ്ധമാണോ? ഒരിക്കലുമല്ല. അംബേദ്കർ സെക്യുലാർ എന്ന് പറയുന്ന വാക്ക് എഴുതി ചേർത്തില്ല, പക്ഷേ സെക്യുലാർ എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് എവിടെയും കാണാം, പ്രിയാമ്പിളിലും കാണാം. കാരണം ലിബർട്ടി ഓഫ് ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇതാണ് എന്ത്? സെക്യുലാർ. അപ്പോൾ സെക്യുലാർ എന്ന് പറയുന്ന വാക്ക് എഴുതി ചേർത്തില്ല, പക്ഷേ സെക്യുലാരിസമാണ് നമ്മളുടെ ആശയം, നമ്മളുടെ ലക്ഷ്യം എന്ന് അംബേദ്കർ കൃത്യമായി പ്രിയാമ്പിളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർ ഫാദേഴ്സ്, അംബേദ്കർ എന്ന് മാത്രം പറയണ്ട, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർ ഫാദേഴ്സ് കൃത്യമായി പ്രിയാമ്പിളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സർ സെക്യുലാർ എന്ന് അന്ന് എഴുതി ചേർക്കാതിരുന്നത്? സെക്യുലാർ എന്ന് എഴുതിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നൊരു സംശയം തോന്നാം. അതിനും ഒരു കാരണമുണ്ട്. കാരണം സെക്യുലാർ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിനറിയാവുന്ന സെക്യുലാരിസം എന്ത് സെക്യുലാരിസമാണ്? അത് അമേരിക്കൻ സെക്യുലാരിസമാണ്. അമേരിക്കൻ സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ റിലീജിയനും സ്റ്റേറ്റും തമ്മിൽ ടോട്ടലി സെപ്പറേറ്റഡ് ആണ്, സ്ട്രിക്ട്ലി സെപ്പറേറ്റഡ് ആണ്. പക്ഷെ നമ്മളുടെ സെക്യുലാരിസം അതാണോ? അല്ല. നമുക്കൊരു ഡിഫറെൻറ്റ് സെക്യുലാരിസം ഉണ്ടല്ലേ, ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം ഉണ്ട്. സെക്യുലാർ എന്ന് പറയുന്ന വാക്ക് അന്ന് എഴുതി ചേർത്തിരുന്നുവെങ്കിൽ ലോകം എന്ത് വിചാരിക്കും? നമ്മൾ അമേരിക്ക പോലെ സ്റ്റേറ്റും റിലീജിയനും സ്ട്രിക്റ്റായി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രാക്ടീസാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് തീരുമാനിച്ചത്? തൽക്കാലം സെക്യുലാർ എന്ന് പറയുന്ന ടേം നമുക്ക് പ്രിയാമ്പിളിൽ കൊടുക്കണ്ട, അതിനു പകരം സെക്യുലാരിസത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ ലക്ഷ്യമായി പരാമർശിക്കാം. ആൻഡ് ദാറ്റ് ഇസ് ഹൗ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. സോ ജസ്റ്റിസ് ഒരു ലക്ഷ്യമാണ്, ലിബർട്ടി ഒരു ലക്ഷ്യമാണ്. ഈ ലിബർട്ടി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നാണ്, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് കേട്ടോ. ലിബർട്ടി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്, പ്രത്യേക പരിഗണനകളുടെ അസാന്നിധ്യത്തെയാണ് നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയും. ആരെയും പ്രത്യേകമായി പരിഗണിക്കുന്നില്ല, എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്നു. ദാറ്റ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ ഇക്വാലിറ്റി. എന്തൊക്കെ തരത്തിലുള്ള ഇക്വാലിറ്റിയെ പറ്റിയാണ് പരാമർശിച്ചിട്ടുള്ളത്? ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. വീണ്ടും സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് നമ്മൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് പ്രിയാമ്പിളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ
സോഷ്യലിസമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ത്? ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം. ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് എന്തുകൊണ്ട് എഴുതി ചേർത്തില്ല ആദ്യം എന്നൊരു സംശയം തോന്നാം. വീണ്ടും സെക്യുലാരിസത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ലോകത്തിന് അന്നറിയാവുന്ന സോഷ്യലിസം എന്താണ്? അത് മാർക്സിസ്റ്റ് സോഷ്യലിസമാണ്. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ഗവൺമെൻറ്റിൻ്റെ ആധിപത്യത്തിലുള്ള ഒരു സാമ്പത്തിക സംവിധാനം. പക്ഷെ നമ്മളുടെ സോഷ്യലിസം ഡിഫറൻ്റ് ആണ്. നമ്മളുടെ സോഷ്യലിസത്തിൽ ആരുകൂടിയുണ്ട്? ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സും ഉണ്ട്. മിക്സഡ് ഇക്കോണമിയാണ്, അല്ലേ? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ അതൊരു പക്ഷേ ലോകത്തിലെ ജനങ്ങൾ പ്രിയാമ്പിൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല, തെറ്റിദ്ധരിക്കപ്പെടാം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്ത് തീരുമാനിച്ചത്? സോഷ്യലിസം എന്ന വാക്ക് തൽക്കാലം വേണ്ട, അതിനു പകരം ഇന്ത്യൻ സോഷ്യലിസം എന്താണ് എന്ന ആശയം നമ്മളുടെ ലക്ഷ്യമായി മുന്നോട്ട് വയ്ക്കാം. സോ ജസ്റ്റിസ് ഇസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്, ലിബർട്ടി ഇസ് അനദർ ഒബ്ജക്റ്റീവ്, ഇക്വാലിറ്റി ഈസ് അനദർ ഒബ്ജക്റ്റീവ്, ആൻഡ് ഫൈനലി ടു പ്രൊമോട്ട് എമംഗ്സ് ദം ഓൾ, ഇതിൻ്റെ എല്ലാം കൂടെ പ്രൊമോട്ട് ചെയ്യേണ്ട മറ്റൊരാശയം കൂടിയുണ്ട്. ദാറ്റ് ഇസ് ഫ്രട്ടേണിറ്റി. എഗെയിൻ ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയമാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സാഹോദര്യം എന്നാണ് അർത്ഥം. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സെൻസ് ഓഫ് ബ്രദർഹുഡ്. സെൻസ് ഓഫ് ബ്രദർഹുഡ്. ഈ ഫ്രറ്റേണിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയൊക്കെ കാണാം? സിറ്റിസൺഷിപ്പ്. എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ ആണ്. അവിടെ കേരളത്തിലെ സിറ്റിസൺ എന്നോ തമിഴ്നാട്ടിലെ സിറ്റിസൺ എന്നോ വ്യത്യാസമില്ല. എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ ആണ്. ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ഫ്രറ്റേണിറ്റി. അപ്പോൾ ഈ പറയുന്ന ലക്ഷ്യങ്ങൾക്കെല്ലാം ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്യങ്ങളുടെ കൂടെ തന്നെ എന്തുകൂടി അപ്ഹോൾഡ് ചെയ്യണം? സാഹോദര്യം കൂടി അപ്ഹോൾഡ് ചെയ്യണം. എങ്ങനെയാണ് സാഹോദര്യം അപ്ഹോൾഡ് ചെയ്യേണ്ടത്? അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. വ്യക്തികളുടെ അന്തസ്സ്, അതുപോലെ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത എന്നിവയെ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം സാഹോദര്യം എന്ന ആശയം ഉയർത്തിപ്പിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി തിരഞ്ഞെടുക്കേണ്ടത്. ദാറ്റ് ഇസ് ഹൗ ദ പ്രിയാമ്പിൾ provides for the objective of the Constitution of India. And please remember, integrity എന്ന് പറയുന്ന വാക്കും ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഇസ് ത്രൂ ദ 42nd Constitutional Amendment Act of 1976. അപ്പോൾ 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രിയാമ്പിളിൽ 3 വാക്കുകളാണ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3 വാക്കുകൾ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 3 ആശയങ്ങൾ എന്നല്ല പറയുന്നത്. 3 വാക്കുകൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. One is socialist, the second one is secular, the third one is integrity. ആൻഡ് ഫൈനലി പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇൻ അവർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ മാസം 26-ാം തീയതി നമ്മൾ എന്ത് തീരുമാനിക്കുന്നു? വി ഡു ഹിയർ ബൈ അഡോപ്റ്റ്, ഇനാക്ട് ആൻഡ് ഗിവ് ടു അവർ സെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ മാസം 26-ാം തീയതി നമ്മൾ ഈ ഭരണഘടനയെ നമ്മൾക്കായി സമർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഭരണഘടനയെ ഇന്ത്യയുടെ പരമോന്നത നിയമ സംഹിതയായി അംഗീകരിക്കുന്നു. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ച ദിവസം, അഡോപ്റ്റ് ചെയ്ത ദിവസം, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ, ഡേറ്റ് ഓഫ് ഇനാക്ട്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് November 26th of 1949. ആൻഡ് ദിസ് ഇസ് ദ സിംഗിൾ ഡേറ്റ്. നമ്മളുടെ പ്രിയാമ്പിളിൽ ഒരേ ഒരു ഡേറ്റ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ, ആൻഡ് ദാറ്റ് ഇസ് 1949 26th of November. ആൻഡ് UPSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മളുടെ പ്രിയാമ്പിളിൽ കണ്ടിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാണ് എന്ന് UPSC ചോദിച്ചിട്ടുണ്ട്. മറ്റ് പല പരീക്ഷകളിലും കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായും നിലവിൽ വന്ന തീയതി 1950 Jan 26 ആണ്, റിപ്പബ്ലിക് ഡേ അല്ലേ? പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതി ചോദിച്ചാൽ ദാറ്റ് ഇസ് 1949 November 26th. ഈ 1949 നവംബർ മാസം 26-ാം തീയതി ചില പ്രൊവിഷൻസ് ഒക്കെ നിലവിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ സിറ്റിസൺഷിപ്പ് പോലുള്ള, ഇലക്ഷൻസ് പോലുള്ള ചില പ്രൊവിഷൻസ് ഒക്കെ നിലവിൽ വന്നിരുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായും നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. ദാറ്റ്സ് ഇറ്റ്.
നൗ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഇത് ശരിക്കും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളതിനെപ്പറ്റി വലിയ ചർച്ചകൾ നടന്നു. ആൻഡ് 1960 ബരുവാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു ഈ പ്രിയാമ്പിൾ എന്നത് ഒരു ഹെഡർ മാത്രമാണ്, അത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല, ഒരു ടൈറ്റിൽ മാത്രമാണ്, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് പ്രാധാന്യമൊന്നുമില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. പക്ഷെ അതേ സുപ്രീം കോടതി 1973 കേശവാനന്ദ ഭാരതി കേസിൽ ആ വിധി തിരുത്തി. എന്നിട്ട് പറഞ്ഞു ദാറ്റ് പ്രിയാമ്പിൾ ഓഫ് Indian Constitution or preamble to the Constitution of India is a part of the Constitution. പ്രിയാമ്പിൾ എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് എന്ന് 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. ഇൻ ഷോർട്ട്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രിയാമ്പിൾ ഇസ് an integral part of the Constitution of India. Now, എന്തൊക്കെയാണ് പ്രിയാമ്പിളിൻ്റെ ഫീച്ചേഴ്സ്? പ്രിയാമ്പിൾ ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിളിലെ ഒരു ഫീച്ചർ അത് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കോടതിയിലൂടെ പോയി പുനഃസ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രിയാമ്പിളിൽ സെക്യുലാർ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ കോടതിയിലൂടെ പുനഃസ്ഥാപിച്ചെടുക്കാം എന്നുള്ളത് കൊണ്ട് പ്രിയാമ്പിളിലെ സെക്യുലാരിസം വയലേറ്റ് ചെയ്താലും കോടതിയിലൂടെ പുനഃസ്ഥാപിക്കാം. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രിയാമ്പിളിൽ മാത്രം മെൻഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിരാകരിക്കപ്പെട്ടാൽ കോടതിയിലൂടെ പുനഃസ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കില്ല. പ്രിയാമ്പിളിൽ പരാമർശിച്ചിരിക്കുന്ന ഒരാശയമോ ലക്ഷ്യമോ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നുവെങ്കിൽ ആ മറ്റേതെങ്കിലും ഒരു ഭാഗം വയലേറ്റ് ചെയ്യപ്പെട്ടാൽ കോടതിയിലൂടെ പുനഃസ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ പ്രിയാമ്പിളിലെ ആ ആശയവും കോടതിയിലൂടെ പുനഃസ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കും. അതിന് എക്സാമ്പിളാണ് സെക്യുലാരിസം ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നൗ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രിയാമ്പിൾ എന്നത് ഇറ്റ് ഇസ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർ ഫാദേഴ്സ്. ഇതും UPSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ പറഞ്ഞിട്ടുള്ളവയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർ ഫാദേഴ്സിൻ്റെ സ്വപ്നങ്ങൾ എവിടെയാണ് കൃത്യമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? ഇറ്റ് ഇസ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആൻഡ് പ്രിയാമ്പിൾ അമെൻഡബിൾ ആണോ, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ചെയ്യാൻ പറ്റും. പ്രിയാമ്പിൾ ഒരു തവണ മാത്രമാണ് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സിംഗിൾ ടൈം, ഒരേ ഒരു തവണ മാത്രമാണ് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്, വൺസ്. ആൻഡ് ദാറ്റ് ഇസ് ഇൻ 1976 ത്രൂ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പ്രിയാമ്പിൾ എന്നുള്ളത് കൊണ്ട് പ്രിയാമ്പിൾ is not part of the basic structure of Indian Constitution. ഓക്കെ, ഇപ്പോൾ പ്രിയാമ്പിളിലെ പല എലമെൻസും ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷെ പ്രിയാമ്പിൾ എന്ന ഡോക്യുമെൻ്റ് ആസ് എ ഹോൾ ഇസ് നോട്ട് പാർട്ട് ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇനിയാണ് നിങ്ങൾ യഥാർത്ഥത്തിലെ പ്രിയാമ്പിൾ വായിച്ചു നോക്കേണ്ടത്. പ്രിയാമ്പിളിനെ പറ്റി സമ്പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നൗ യു ക്യാൻ റീഡ് the preamble of the Indian Constitution. We, the people of India, having solemnly resolved to constitute India into sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political, liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and to promote amongst them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, we do hereby adopt, enact, and give to ourselves this Constitution. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. Till then, take care. Goodbye.